ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമമായാലും പുതിയ നിയമമൊക്കെ വായിക്കുമ്പോഴും ചില സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകാറില്ലേ? സ്റ്റക്കായി പോകുന്ന വെച്ചാൽ മുമ്പോട്ട് വായിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടല്ല, മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ ഏത് ലാംഗ്വേജാണോ പ്രൊഫഷൻ്റ് ആയിരിക്കുന്നത്, ഏത് ലാംഗ്വേജ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും ഹൃദയം തുറന്നൊന്ന് വായിക്കുമ്പോൾ ചില സമയത്ത് ചില സ്ഥലങ്ങൾ നമ്മൾ സ്റ്റക്കായി പോകാറുണ്ട്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ ലൈഫുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണല്ലോ കർത്താവേ എന്നൊക്കെ ഓർത്തുകൊണ്ട് ചില സ്ഥലങ്ങൾ നമ്മൾ സ്റ്റക്കായി പോകാറുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമം വായിക്കുമ്പോൾ, ഈശോയുടെ ചില എപ്പിസോഡുകൾ വായിക്കുമ്പോൾ, ഈശോ ചില വ്യക്തികളോട് ഇടപെട്ടത്, ചില കാര്യങ്ങൾ ഈശോ സംസാരിച്ചതൊക്കെ ഓർക്കുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കാറുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ബെത്സേദ കുളക്കരയിൽ രോഗീനെ സൗഖ്യപ്പെടുന്നുണ്ടല്ലോ, ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് ഈശോ, നീ ആഗ്രഹിക്കുന്നുണ്ടോ, നിനക്ക് സൗഖ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ശരിക്കും സ്റ്റക്കായി നിന്ന് പോയി. അതിനെന്നറിയോ, ഇയാൾ 10-38 വർഷമായിട്ട് ഇവിടെ കിടക്കുക എന്നുള്ളത് ഈശോയ്ക്ക് അറിയത്തില്ലേ? ഇതെന്തിനും പിന്നെ ചോദിക്കുന്നത്? ആ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ചോദ്യം കിടപ്പുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട്. അതെക്കുറിച്ച് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, നമ്മുടെ അവസ്ഥ കുറേ കാലത്ത് ഇങ്ങനെയാണ്, ഇത് കയറിപ്പോരുകയല്ല എന്നൊരു ചിന്ത ചിലപ്പോൾ നമുക്ക് വന്നേക്കാം. ഈശോ സൗഖ്യപ്പെടുന്ന ഈശോ ആദ്യം ചെയ്യുന്ന ഈ മൈൻഡിലെ ഈ ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റിക്കളയാണ്. നിന്റെ മനസ്സിങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതാദ്യം മാറ്റിക്കളയും. ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സ് ഡൗൺ ആയിട്ടിരിക്കുകയല്ല, ഞാനിങ്ങനെ ചുമ്മാ ചിന്തിച്ചു, ശരിക്കും ഈശോയോട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വാസമൊക്കെ ഉണ്ട്, ഈശോ നമ്മൾ ചോദിക്കുന്നതൊക്കെ ഈശോ തരും എന്നൊക്കെ ഒരു വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ കുറേ കാലം ചോദിച്ചു കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ നമ്മൾ തന്നെ മറന്നു പോകും. ഇനി ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാച്ച് നമ്മൾ ചിലപ്പോൾ ഇത് വിട്ട് കളയും. അപ്പോൾ ആ ചോദ്യം എന്നെ ഒന്ന് സ്റ്റക്ക് ചെയ്തു. ഇത് എനിക്ക് ചെയ്താൽ, ഇല്ലെങ്കിൽ നീ സൗഖ്യപ്പെടാൻ നീ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? 38 വർഷം കിടന്ന ഒരുത്തനോട് ചോദിക്കേണ്ട ചോദ്യം അല്ലത്. പക്ഷേ 38 വർഷം കഴിയുമ്പം ശരീരം തളർന്നതിനെക്കാട്ടും കൂടി ചിലപ്പോൾ മനസ്സ് തളർന്നേക്കാം. അതുകൊണ്ട് ഈശോ ആദ്യം മൈൻഡ് ഒന്ന് ഹീൽ ചെയ്ത് തരാണ്. എനിക്കതൊരു വേക്കപ്പ് കോൾ പോലെ തോന്നി. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി, നിരാശപ്പെട്ടു പോയോ? എല്ലാവരോടും എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ നിരാശയൊക്കെ വരുന്നുണ്ടോ? അപ്പോൾ ഈശോ ചോദിക്കുകയാണ്. നമുക്ക് കൃത്യസമയത്തൊരു ചോദ്യം വരും. ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി തവണ തോന്നി, ഞാനത് പറഞ്ഞു ബോറാവുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ചില സമയത്ത് നമുക്ക് അങ്ങനെ തോന്നുമായിരിക്കും ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ. പഴയ നിയമത്തിലെ അങ്ങനെ നമുക്ക് സ്റ്റക്ക് ചെയ്ത് കുറേ തവണ ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് പോകുന്നൊരു പുസ്തകം, ജോബിൻ്റെ പുസ്തകമുണ്ട്. നമ്മുടെ ലൈഫായിട്ടൊക്കെ ഒത്തിരി കണക്റ്റഡ് ആണെന്നൊക്കെ നമുക്ക് തോന്നും. വേറൊന്നാണ് ഈ വിലാപങ്ങളുടെ പുസ്തകങ്ങൾ. സങ്കീർത്തനങ്ങളുണ്ട് ഒത്തിരി തവണ. ചില പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ, ദൈവമേ, ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ, എൻ്റെ ചങ്ക് പൊടിയുന്നൊരു വേദനയാണല്ലോ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ തോന്നും. ഞാൻ ഈ വിലാപങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾ എടുക്കാമോ? നമ്മുടെ യെശയ്യാ പ്രവാചകൻ്റെയും ജെറമ്യാ പ്രവാചകൻ്റെ ഒക്കെ പുസ്തകം കഴിയുമ്പോൾ വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായം 5-ാം വാക്യം ഇങ്ങനെയാണ്, ലമന്റേഷൻസ് 5:5. കഴുത്തിൽ നുകവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു, ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നു, ഞങ്ങൾക്ക് വിശ്രമമില്ല. ഇതിപ്പോൾ എടുത്തതല്ല, ഒരു അടയാളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ വായിച്ച ഒരു വചനഭാഗമാണ്, ഇന്ന് തുറന്നു കിട്ടിയപ്പോൾ വായിച്ചതാണ്. കഴുത്തിൽ നുകവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു, ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നു, ഞങ്ങൾക്ക് വിശ്രമമില്ല. ഇത് കേൾക്കുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി, അടയാളപ്പെടുത്തിയിടുകയോ ഒന്ന് എഴുതിയിടുകയൊക്കെ ചെയ്തേ. ചിലപ്പോൾ ഇന്ന് ദിസ് മേ ബി വാട്ട് യു ആർ ഗോയിങ് ത്രൂ, ഇന്ന് ചിലപ്പോൾ കടന്നു പോകുന്ന ഇങ്ങനത്തെ ഒരു സംഭവമായിരിക്കാം. കഴുത്തിൽ നുകവുമായി കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ച് തളരുന്നു, വിശ്രമമില്ല. വല്ലാത്ത ഭാരം, ചിലപ്പോൾ കടത്തെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ രോഗത്തെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ വീട്ടിലൊരു അവസ്ഥയെക്കുറിച്ചായിരിക്കാം, നിങ്ങൾക്ക് നാളെ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കാം, ഇന്ന് പൂർത്തിയാക്കേണ്ട ചില പ്രൊജക്റ്റുകളെ കുറിച്ചായിരിക്കും, ചില അസൈൻമെൻറ്റുകളെ കുറിച്ചായിരിക്കാം. ഒരു വലിയ ഭാരമായിട്ട് അധ്വാനിക്കണം. ഈ ഭാരം അവിടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. അധ്വാനിക്കണം, അധ്വാനിച്ച് തളർന്നു പോവാണ്. സമയമെടുത്തത് വായിക്കണം കേട്ടോ. കഴുത്തിൽ നുകവുമായി അധ്വാനിച്ച് ഞങ്ങൾ തളരുന്നു, ഞങ്ങൾക്ക് വിശ്രമമില്ല, സ്റ്റക്കായി നിൽക്കുവാണ്. ദൈവമേ, ഇത് എൻ്റെ അവസ്ഥയാണല്ലോ എഴുതി വെച്ചേക്കുന്നതെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയെങ്കിലും അങ്ങനെ വായിച്ചിട്ട് ഈശോ എന്നോട് തന്നെ സംസാരിക്കുകയാണല്ലോ എന്നൊക്കെ തോന്നി ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ഇന്ന് ഇതിപ്പോൾ പറയണമെങ്കിൽ, ഇന്നിപ്പോൾ വായിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്നിങ്ങനെ ഒന്ന് വിശ്രമിക്കാനോ എന്നൊന്ന് മര്യാദയ്ക്കൊന്ന് ഉറങ്ങാനോ പറ്റുന്നില്ലാത്തൊരു സ്ഥിതിയൊക്കെ ആണെങ്കിൽ, വല്ലാത്ത ഭാരം കൊണ്ട് നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ബാക്കിയും കൂടെ നമ്മളൊന്ന് അറിയണ്ടേ. ഇനി അങ്ങോട്ട് ബൈബിൾ തുറന്നിട്ടല്ല വായിക്കുന്നത്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നൊരു വചനഭാഗമുണ്ട്. മത്തായി സുവിശേഷത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ. ഇത് നമ്മൾ ഒത്തിരി തവണ വായിച്ചാണ്. പക്ഷേ ഈ വിലാപങ്ങൾ 5:5 വായിച്ച് അവിടെ സ്റ്റക്കായി നിൽക്കുമ്പോൾ, ദൈവമേ, എൻ്റെ കണ്ണുനീര്, എൻ്റെ സങ്കടം, എൻ്റെ ഭാരമാണല്ലോ എഴുതി വെച്ചേക്കെന്ന് ഓർക്കുമ്പോൾ, അപ്പുറത്ത് ഇതിൻ്റെ മറുപടിയും കൂടെ ഓർക്കണം. ഈശോ തന്നിരിക്കുന്ന സൊല്യൂഷൻ കൂടെ. നീ അധ്വാനിക്കുന്നുണ്ട്, നീ ഭാരം വഹിക്കുന്നുണ്ട്, നീ തളർന്ന് കാറ്റ് പോകണുണ്ട്, കം ടു മീ, നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വാ. ഈശോ വിളിക്കുകയാണത്. എന്നുവെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഭയങ്കര അധ്വാനിച്ച്, നിങ്ങൾ ഒത്തിരി പഠിച്ച്, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഈശോയുടെ അടുത്തോട്ട് ചെല്ലുക. ഈ ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒറ്റ സ്ഥലം അതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയായിരിക്കും, ഈ നെല്ല് മുറിയെ പണിയെടുത്തു. കേട്ട ആൾക്കാർ തിരിഞ്ഞു നിൽക്കും. നിങ്ങൾ ചിലപ്പോൾ സങ്കടത്തോടെ പറയും, ചോര നീരാക്കിയിട്ടാണ് ഇന്ന് പോയി നിനക്ക് വേണ്ടിയൊക്കെ പണിയെടുത്തതെന്ന് പറയും. അവർ ചോര നീരാക്കിയോ? ലോജിക്കലി ഇതൊന്നും സെറ്റ് ആവുന്നില്ലോ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ തറുതല പറഞ്ഞ് മാറി നിൽക്കും.
ഈ ഭാരം കൊണ്ട് ഇറക്കി വെക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ്? ഈശോയുടെ അടുത്ത് മാത്രം. അവിടെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിലോ ഈ ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് ഈശോയ്ക്ക് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ, എൻ്റെ ഇന്നത്തെ ദിവസത്തെ ടെൻഷന്, ആകുലത, നമ്മുടെ അസ്വസ്ഥത, നമ്മുടെ ഭാരം, ഇതൊക്കെ എന്ത്? ഈശോ അതൊക്കെ ചുമ്മാ ഏറ്റെടുത്തോളുന്നത്. നമ്മളിത് ചുമ്മാ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അയ്യോ, ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ, ഞാൻ ചിന്തിച്ചില്ലെങ്കിൽ, ഞാനിന്ന് ഉറങ്ങിപ്പോയാൽ നാളെ എന്നാ ചെയ്യും എന്നൊക്കെ ഓർത്ത് ഉറക്കം വരെ കളഞ്ഞ് നമ്മൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുകയാണ്. അധ്വാനിക്കുന്നുണ്ട്, ഭാരം വഹിക്കുന്നുണ്ട്, നല്ലതാണ്. അതൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെക്കണം ഈശോയുടെ അടുത്ത് എല്ലാ ദിവസവും. ഈശോയെ, ഐ സബ്മിറ്റ്, ഐ സറണ്ടർ, ഞാനിതെല്ലാം നിൻ്റെ കൈ തരികയാണ്. അവിടുന്ന് ഒരു പുത്തൻ എനർജിയോടെ വേണം നാളെ ഒരു പുതിയ ദിവസത്തേക്ക് അടക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് എവറി ഡേ യു നീഡ് ന്യൂ എനർജി. ഈശോയുടെ ആ സ്നേഹത്തെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ല. ഓരോ ദിവസവും അവിടുത്തെ സ്നേഹം പുതിയതാണ്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും ഈശോയുടെ സ്നേഹം കിട്ടുന്ന നമ്മളും പുത്തനായിട്ടിരിക്കണം. ഫ്രീ ആയിട്ട് വേണം അധ്വാനിക്കാൻ. നാളെ പഠിക്കാനുണ്ട്, നാളെ ജോലി ചെയ്യാണ്ട്, നാളെ മിനിസ്ട്രി ഉണ്ട്, നാളെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇന്നത്തെ ഭാരം ഇവിടെ കൊണ്ടുവെക്കണം. ഇന്നത്തെ ആകുലതകൾ, നാളത്തെ ആകുലതകൾ ഈശോ തന്നെ മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ലേ, നാളത്തെ ദിവസം അതിനെക്കുറിച്ച് തന്നെ ആകുലപ്പെട്ടോളും. എന്തായാലും അധ്വാനിക്കണം, എന്തായാലും പഠിക്കണം, എന്തായാലും ഈ കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഈ ഭാരം കൊണ്ട് നടത്തുന്നുണ്ടല്ലോ നമുക്ക് ഓടാൻ പറ്റത്തില്ല. തോളയിൽ ഒരാളെയും കൂടെ വെച്ചിട്ട് നിങ്ങൾ കയറ്റം കയറുന്നത് ഓർത്ത് നോക്കി. നിങ്ങൾ എന്തായാലും കയറ്റം കയറിയ മുകളിലെത്തോളും. തോളയിൽ ഒരാളെയും കൂടെ വെച്ചാലോ? അപ്പോൾ അത് ഇറക്കി വെക്കുക, ഈശോയുടെ അടുത്ത് ഇറക്കി വെക്കുക. നാളെ പുത്തൻ ഭാരം വരുമായിരിക്കും, നാളെ പുത്തൻ ടെൻഷൻ വരുമായിരിക്കും, നാളെ പുതിയ പ്രൊജക്റ്റുകൾ, നാളെ പുതിയ സങ്കടങ്ങളും കടങ്ങളും രോഗങ്ങളൊക്കെ വരുമായിരിക്കും. നാളെ ദിവസത്തേക്ക് നമുക്കത് നോക്കാം. ആരോ കൂടെ ഉള്ളത്? ഈശോ കൂടെ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് ഇതിലും കൊണ്ട് ഇറക്കി വെക്കുക. ആൻഡ് ബി ഫ്രീ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ദിവസം ബി ഫ്രീ. ഒരു വചനം കൂടെ പറഞ്ഞുതരാം കേട്ടോ. അത് നിങ്ങളൊന്ന് എഴുതിയിട്ടിട്ടൊന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. നോട്ട് ബുക്കിലൊക്കെ വചനം കുറിച്ച് വയ്ക്കുന്നില്ലേ, എഴുതിയിടുക. വാൾപേപ്പറൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോണിൻ്റെ ഇതിലിടുക, സ്ക്രീനിലിടുക. എന്നിട്ട് ഈ വചനം ഒന്ന് സ്റ്റാറ്റസൊക്കെ ആക്കിയിട്ട് വാട്സപ്പിൽ, എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുക. ചിലപ്പം നമ്മുടെ അക്കൗണ്ടിലുള്ള, നമ്മുടെ കോൺടാക്റ്റിലുള്ള ഒരു 500 പേര്, ഒരാൾ കണ്ടാൽ അയാൾക്കത് സൗഖ്യമായിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ പറ്റുമെങ്കിൽ നമ്മളൊരു സുവിശേഷ പ്രഘോഷകരായില്ലേ, അല്ലേ? അതുകൊണ്ട് ചെയ്തോ. അത് വചനം നമുക്ക് വേണ്ടി വായിച്ച് ആഹാ എന്ന് പറഞ്ഞിരിക്കരുത്, അത് മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക. ഒരു വചനം അതൊന്ന് വായിച്ച് പ്രാർത്ഥിച്ചോട്ടോ. വളരെ പവർഫുള്ളായൊരു വചനമാണ്. ഏഷ്യ 52 അതിൻ്റെ 2-ാമത്തെ വാക്യം. ഐസിയ ചാപ്റ്റർ 52 വേഴ്സ് 2 വായിക്കുന്ന ഇങ്ങനെയാണ് വചനം. ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊട്ടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞെഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. നല്ല ഹൃദയത്തോടെ അത് കാണാപ്പാടം പഠിക്കണം. ഏഷ്യ 52:2. ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊട്ടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. ചാടിയും എഴുന്നേറ്റോളാൻ വചനം പറയുകയാണ്. എവിടെ കടന്നു പോയി കാണും, ഇരുന്ന് പോയി കാണും. പക്ഷെ കടന്നു പോയാണ് ഇരുന്ന് പോയത്, ഇരുന്നതും കടന്നതൊക്കെ ഈശോയുടെ അടുത്താന്ന് ഓർത്തോണം. ചാടി എഴുന്നേക്കണം, ഇത് കെട്ടുകളൊക്കെ പൊട്ടിക്കണം. ആ പൊട്ടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിലാണ് മുമ്പേ പറഞ്ഞത്, അങ്ങ് ചെല്ല് ഈശോയുടെ അടുത്തേക്ക്. സകല കെട്ടും സകല ബന്ധവും അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഈ പവർഫുൾ ഈശോ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ കൊച്ചിങ്ങനെ അവിഞ്ഞ് കിടക്കരുത്, ഇങ്ങനെ പൊടി കിടക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ ഇങ്ങനെ നമ്മളിങ്ങനെ 2 തട്ടൊക്കെ തന്ന് എഴുന്നേക്കടി എന്നൊക്കെ പറഞ്ഞ് ഈശോ എഴുന്നേപ്പിച്ചോളും. ആ സമയത്ത് എഴുന്നേറ്റോണം. ചുമ്മാ അയ്യോ കർത്താവേ എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കല്, ചാട്ടി എഴുന്നേറ്റണം. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഈശോ എന്നെ കൈപിടിച്ചുണ്ടെന്ന് പറഞ്ഞ് ബന്ധനസ്ഥയായ ജെറുസലേമേ, ബന്ധനസ്ഥയായ സിയോൻ പുത്രി, സടകുടഞ്ഞ് എഴുന്നേൽക്കുക. പൊടിയിൽ നിന്ന് തട്ടിപ്പിടച്ചെഴുന്നേൽക്കുക. നിൻ്റെ ബന്ധനങ്ങളെ, നിൻ്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയാൻ നിനക്ക് ഈശോയുണ്ട്. ആ ഈശോയുടെ കൈപിടിച്ച് വാക്ക് ഫ്രണ്ട് മുമ്പോട്ട് നടക്കുക. നമ്മളെന്തായാലും ഇച്ചിരി സങ്കടപ്പെടും, നമ്മൾ ഇച്ചിരി വിഷമിക്കും. ഇന്നത്തെ വിഷമിച്ചല്ലോ, അതുകൊണ്ട് ഇറക്കി വെച്ച് നാളെ സൂപ്പർ പവറായിട്ട് ഈശോയുടെ പവറിലൂടെ ഈശോയുടെ കൈ പിടിച്ച് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈശോയുടെ കരം നിങ്ങളുടെ കരത്തിൽ പിടിച്ച് നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ആ വലിയ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.